എൻ്റെ നല്ലയമ്മ. എറണാകുളം ചിറ്റൂർ ഹോളി ഫാമിലി ചർച്ച് ഇടവകാംഗമായ കൊളരിക്കൽ വത്സ വർഗീസ് തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ ദൈവമാതാവ് ഇടപെട്ട അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്. പരിശുദ്ധ കന്യകാമാതാവിലും ജപമാല പ്രാർത്ഥനയിലുമൊന്നും വിശ്വാസമില്ലാതിരുന്ന ജീവിതാവസ്ഥയിൽ നിന്നും ഇന്ന് ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച് കൗൺസിലിംഗ് ശുശ്രൂഷ നടത്തുന്ന അവസ്ഥയിലേക്ക് തൻ്റെ ജീവിതം മാറി മറിഞ്ഞത് പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് പറയുന്ന വത്സ വർഗീസ് തൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന മാരക രോഗാവസ്ഥയിൽ അമ്മ എങ്ങനെയാണ് ഇടപെട്ടത് എന്നും പങ്കുവെക്കുന്നു. ഞാൻ മാതാവിൽ വിശ്വാസമില്ലായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ജപമാല ഒരു കൊലക്കയറാണെന്ന് വിശ്വസിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ മാതാവിൽ വിശ്വാസമില്ലാത്ത വ്യക്തിയാണെന്ന് ഓർത്ത് അമ്മയ്ക്ക് വളരെ സങ്കടമുള്ള സമയങ്ങളായിരുന്നു. അന്നേരം എൻ്റെ ജന്മം തന്നെ ഇങ്ങനെയായിരുന്നു. എന്നിൽ മൂത്ത 2 മക്കളെ ഇരട്ട പ്രസവിച്ചു. ആ പ്രസവത്തോടുകൂടി തന്നെ 2 മക്കളും മരിച്ചുപോയി. അമ്മയോട് പറഞ്ഞു, 3 വർഷത്തേക്ക് നീ പ്രസവിക്കരുതെന്ന്. 3 മാസം മുമ്പ് ഞാൻ പ്രഗ്നൻ്റായി. അമ്മയോട് ഡോക്ടർ പറഞ്ഞു, ഈ കുഞ്ഞിനെ അബോർഷൻ ചെയ്യണം, അല്ലെങ്കിൽ നിനക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന്. എൻ്റെ അമ്മ പറഞ്ഞു, ഞാൻ മരിക്കുകയാണെങ്കിൽ മരിച്ചു പോയിക്കോട്ടെ, എന്നാലും ഞാൻ ഈ കുഞ്ഞിനെ നശിപ്പിക്കില്ല എന്ന്. 10 മാസവും എന്നെ ഉദരത്തിലിട്ട് എൻ്റെ അമ്മ ജപമാല ചൊല്ലി പരിശുദ്ധ മാതാവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷം ജനിച്ച മകളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് വിഷമമായിരുന്നു, മാതാവിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട്. അമ്മ എന്നും കരഞ്ഞു പ്രാർത്ഥിക്കും, പരിശുദ്ധ മാതാവിനോട് തന്നെ പ്രാർത്ഥിക്കും, എൻ്റെ മോളുടെ വിശ്വാസം വർദ്ധിച്ച് എനിക്ക് തിരിച്ചു തരണമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ വിവാഹം നടന്നത്. എന്നെ വിവാഹം ചെയ്ത വ്യക്തി വലിയൊരു മരുഭക്തനായിരുന്നു. അതുപോലെ ഞാൻ വന്ന കുടുംബവും മാതാവിൽ വലിയ വിശ്വാസമുള്ള ഒരു കുടുംബമായിരുന്നു. എങ്കിലും ഞാൻ ജപമാല ചൊല്ലില്ല, എനിക്ക് മാതാവിൽ വിശ്വാസമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 7 വർഷം കഴിഞ്ഞ് പോയതിന് ശേഷം എനിക്ക് മാരകമായ ഒരു രോഗം വന്നു, ബ്രെയിൻ ട്യൂമർ. എൻ്റെ തലയിലുള്ള ട്യൂമർ 5 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നു. എത്ര വേഗം ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ജീവൻ തന്നെ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ എന്നെ ബോംബെയിൽ ഹിന്ദുജ ഹോസ്പിറ്റലിൽ ഓപ്പറേഷനായി കൊണ്ടുപോയി. അവിടെ ചെന്ന് എന്നെ ഓപ്പറേഷൻ ചെയ്തെങ്കിലും എൻ്റെ ചുണ്ട് ചരിഞ്ഞ്, എൻ്റെ കണ്ണാണെങ്കിൽ അടയ്ക്കാൻ പറ്റില്ല, മുടിയൊക്കെ മുട്ടയടിച്ച് ഞാൻ ആകെ ഒരു വികൃത രൂപമായി തീർന്നു. അതെനിക്ക് ഒരിക്കലും അപ്സെറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് എങ്ങനെ മരിച്ച മതിയായിരുന്നു. അങ്ങനെ ഹിന്ദുജ ഹോസ്പിറ്റലിൽ എൻ്റെ ശാരീരികമായി എനിക്ക് ഒത്തിരി കുറവുകൾ സംഭവിച്ചെങ്കിലും എൻ്റെ ബുദ്ധിക്കോ ഓർമ്മയ്ക്കോ ഒന്നിനും ഒരു കുറവുണ്ടായില്ല. ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം എൻ്റെ വലതുവശം കംപ്ലീറ്റ് തളർന്നുപോയി.
ആരെങ്കിലും ഒന്ന് ടച്ച് ചെയ്യാതെ ഒന്നും എനിക്ക് എഴുന്നേൽക്കാനോ ഒന്നിനും കഴിയില്ല. അങ്ങനെ എന്നെ വീട്ടിൽ തിരിച്ചു കൊണ്ടുവന്നു. പലപ്പോഴും എന്നോട് എൻ്റെ ഹസ്ബൻഡ് പറയായിരുന്നു ഒരു ധ്യാനം കൂടാമെന്ന്. പക്ഷെ എനിക്ക് ഇഷ്ടമുണ്ടായില്ല. എങ്ങനെയെങ്കിലും മരിച്ച മതി എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ എനിക്കുണ്ടായുള്ളൂ. മനമല്ല മനസ്സോടെ എൻ്റെ ഭർത്താവിൻ്റെ തീരുമാനത്തിന് വഴങ്ങി ഞാനൊരു ധ്യാനത്തിന് പോയി. അത് ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ. അവിടെയാണെങ്കിൽ പരിശുദ്ധ മാതാവിന് ഒത്തിരി പ്രാധാന്യം കൊടുത്ത് ഏത് സമയം ജപമാല ചൊല്ലി, ഈ ജപമാലയൊക്കെ ചെല്ലുമ്പോൾ എനിക്ക് വലിയ അരോചകമായിരുന്നു. എങ്ങനെയെങ്കിലും വീട്ടിൽ വന്നാൽ മതി എന്നുള്ള ചിന്തയിലായിരുന്നു. പക്ഷേ 3-ാമത്തെ ദിവസം ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കൊരു അടയാളം തരാതെ പരിശുദ്ധ മാതാവിൽ ഞാൻ വിശ്വസിക്കില്ല, ജപമാല ചെല്ലില്ല. എനിക്ക് വ്യക്തമായ ഒരു അടയാളം തരണമെന്ന്. അങ്ങനെ എൻ്റെ മനസ്സിൽ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ആ സമയം ജപമാലയുടെ 3-ാം രഹസ്യത്തിൻ്റെ സമയം അൾത്താറിൽ നിന്നും 3 പ്രകാശകിരണങ്ങൾ ഞാൻ കടന്ന കട്ടിലിനരിയിലേക്ക് കടന്നു വന്നു. ആ പ്രകാശകിരണങ്ങൾ പെട്ടെന്ന് മാതാവിൻ്റെ രൂപമായി. ഇതൊരിക്കലും എൻ്റെ കണ്ണടച്ചിരുന്ന ഒരു സമയത്തല്ല, എൻ്റെ നഗ്ന നേത്രം കൊണ്ട് ആണ് ഞാനത് കാണുന്നത്. കിടന്ന് എന്നെ മാതാവ് എൻ്റെ കൈ പിടിച്ച് എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തി. അതിനുശേഷം ആ രൂപം ഞാൻ കണ്ടില്ല. ഞാൻ ഒത്തിരി കരഞ്ഞു. ഇത്രയും നാളും ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാതിരുന്നതും ജപമാല ചൊല്ലാതിരുന്നതും ഞാൻ അപ്പോൾ തന്നെ പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മയെ സ്വർഗം എങ്ങനെ കാണുന്നുവോ അതുപോലെ ഈ മാനവ ലോകം മുഴുവൻ കാണണം, അറിയണം. മാതാവിൻ്റെ മധ്യശക്തി എല്ലാവരും തിരിച്ചറിയണം. ആ പ്രാർത്ഥന സ്വർഗം കേട്ടു. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. എനിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. പിന്നെ എനിക്ക് പ്രാർത്ഥിക്കാനും അതിനേക്കാളുപരി എൻ്റെ മനസ്സിൽ മരിച്ചാൽ അതിൽ നിന്നുള്ള ചിന്ത മാറി വലിയൊരു ആത്മീയ സന്തോഷത്താൽ ഞാൻ നിറയുകയായിരുന്നു. എനിക്ക് ദുഃഖമേ ഉണ്ടായില്ല, സന്തോഷം മാത്രം. ഒത്തിരി മാതാവിനെ പറ്റി അറിയണം, വചനം വായിക്കണം, പഠിക്കണം. ബൈബിൾ ഫുള്ളായിട്ടും ഞാൻ വായിച്ചു. ഒരാവർത്തിയല്ല, 2 ആവർത്തി. അത് കഴിഞ്ഞ് എനിക്ക് കുറേ വ്യത്യാസം വന്നു. ഞാൻ ചേട്ടൻ്റെ കൂടെ ധ്യാനകേന്ദ്രത്തിൽ പോകാൻ തുടങ്ങി. എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ എന്നോട് പറഞ്ഞു, നീ ഇവിടെ ഒരു കൗൺസിൽ ശുശ്രൂഷയുണ്ട്, ആ കൗൺസിൽ ശുശ്രൂഷയിൽ നീ പങ്കുകൊള്ളണം. ഞാൻ എന്നിട്ട് ആ ശുശ്രൂഷ എനിക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ എങ്കിലും ഞാൻ ശുശ്രൂഷയിൽ പങ്കുകൊണ്ടു. എനിക്ക് വലിയ കാര്യമായിട്ട് നടക്കാനൊന്നും കഴിയില്ലായിരുന്നു. പക്ഷേ എൻ്റെ മാതാവ് എന്നെ കൈ പിടിച്ച് നടത്തുന്ന അനുഭവം പലപ്പോഴും എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ പതറിപ്പോകുന്ന സമയം എൻ്റെ അമ്മ എൻ്റെ അരികിൽ വരാറുമുണ്ട്, എന്നെ സാന്ത്വനപ്പെടുത്താറുണ്ട്. അങ്ങനെ കൗൺസിൽ ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം അച്ഛൻ എന്നോട് പറഞ്ഞു, നീ കൗൺസിലിങ്ങിന് ഇരിക്കണം. അങ്ങനെ ഞാൻ ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷ ആരംഭിച്ചു.
ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ കൗൺസിലിംഗ് ശുശ്രൂഷ ചെയ്യുന്ന വത്സ ചേച്ചി തൻ്റെ ശുശ്രൂഷാ മേഖലയിൽ എന്നും പരിശുദ്ധ മാതാവിൻ്റെ സഹായം തേടാറുണ്ട്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ തൻ്റെ ശുശ്രൂഷാ മേഖലയിലുണ്ടായ ഈ അത്ഭുതങ്ങളെല്ലാം ചേച്ചിയെ കൂടുതൽ അമ്മയിലേക്ക് അടുപ്പിച്ചു. ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ കൗൺസിലിംഗ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ധ്യാനത്തിൽ സംബന്ധിക്കുന്ന ഒരു കൊച്ച് ഡയറക്ടർ അച്ഛൻ്റെ റൂമിൻ്റെ അടുത്ത് വന്നപ്പോൾ അവിടെ കടന്ന് ഉരുണ്ട് പൈശാചിക ശക്തി ആൽ നിറഞ്ഞ് വരുന്നവരെല്ലാം അടിച്ചടിച്ച് വിടുകയായിരുന്നു. ആ സമയം ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, ഞാൻ ചെന്ന് ആ കൊച്ചിനെ ഒന്ന് വിളിക്കട്ടെ. അതേസമയം ഞാൻ പരിശുദ്ധ മാതാവിനോട് പറഞ്ഞു, ഞാനല്ല ചെല്ലണത്, എൻ്റെ അമ്മയാണ് ആ കൊച്ചിനെ ചെന്ന് വിളിക്കണത്. അച്ഛൻ അപ്പോൾ എന്നോട് പറഞ്ഞു, നീ പോകണ്ട. എന്നെ തടസ്സിച്ചു. അതിന് വീണ്ടും ആ കൊച്ച് കിടന്നു വരേണ്ടപ്പോൾ ഞാൻ അച്ഛനോട് അപേക്ഷിച്ചു, ഞാൻ ആ കൊച്ചിനെ ചെന്ന് ഒന്ന് വിളിക്കട്ടെ അച്ഛാന്ന്. എങ്കിൽ നീ പോയിക്കോ. ഞാൻ ജപമാല കൈ പിടിച്ച് ഞാൻ ആ കൊച്ചിൻ്റെ അടുത്ത് ചെന്ന് മോളെ എന്ന് പറഞ്ഞ് ആ കൊച്ചിനെ സ്പർശിച്ചു. ആ കൊച്ചെന്നെ തുറച്ചു നോക്കി, കണ്ണുരുട്ടി. കുറേ നേരം കഴിഞ്ഞപ്പോൾ ആ കൊച്ച് പൊട്ടിക്കരയാൻ തുടങ്ങി. ആ സമയം കൊച്ച് നോർമലായി മാറി. അച്ഛൻ എന്നോട് പറഞ്ഞു, നീ ആ കൊച്ചിനെ വിളിച്ച് സംസാരിച്ചോളാൻ. ഞാൻ ആ കൊച്ചിനെ വിളിച്ച് ജപമാല ഒരു രഹസ്യം ചൊല്ലി പ്രാർത്ഥിച്ചു. ആ കൊച്ചിൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ആ സമയം ഞാൻ അപേക്ഷിക്കുകയായിരുന്നു, ഞാനല്ല ആ കൊച്ചിൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത്, എൻ്റെ അമ്മയാണ്. ഞാൻ ആ കൊച്ചിന് പ്രാർത്ഥന കഴിഞ്ഞതിനു ശേഷം ആ കൊച്ച് വളരെ സന്തോഷവതിയായി തിരിച്ചുപോയി. എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞു. ആ കൊച്ച് ആ ധ്യാനത്തിൽ വെച്ച് ഏറ്റവും ക്രവിയും അഭിഷേകം പ്രാപിച്ച് തിരിച്ചുപോയിന്ന്. അത് മാതാവിൻ്റെ മധ്യസ്ഥ ശക്തിയും ഒന്ന് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന വത്സ ചേച്ചിക്ക് മാതാവ് ആ കാര്യങ്ങളിലെല്ലാം വ്യക്തമായി ഇടപെടുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്. ദൈവാനുഗ്രഹത്തിന്റെ ഭണ്ഡാരം തുറക്കുന്ന താക്കോലാണ് ജപമാല എന്ന് ചേച്ചിക്ക് തൻ്റെ ജീവിതത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. എന്നോട് മറ്റുള്ളവർ മധ്യസ്ഥ പ്രാർത്ഥന ചോദിക്കുമ്പോൾ ഞാൻ അവരെയെല്ലാം ആരാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നത് അവരെയെല്ലാം മാതാവിൻ്റെ വിമലഹൃദയത്തിൽ സമർപ്പിച്ച് ഒരു രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ മറന്നുപോയിട്ടുണ്ടാവും. അവരെന്നോട് പറയാറുണ്ട്, വത്സേ അതെല്ലാം ശരിയായിട്ടോ എന്ന്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്ത ഒരു കാര്യം, എൻ്റെ ഒരു ആൻറ്റിയുടെ മോനുണ്ട്. അപ്പം ആൻറ്റി എന്നോട് പറഞ്ഞു, അവൻ ഭയങ്കര ധൂർത്തനായിരുന്നു, മദ്യപാനവും എല്ലാത്തിനും അവൻ അടിമയായിരുന്നു. അവൻ വീട്ടിലേക്കിന് പഠിക്കുന്നവനായിരുന്നു.
അപ്പോൾ ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒന്ന് പറയണം അവൻ്റെ അടുത്ത്. ഞാൻ അവനെ കാണാനായിട്ട് അവൻ്റെ അടുത്ത് ചെന്ന് ഒരു ധ്യാനം കൊണ്ടു മോനെ എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നെ തിരിച്ചടിച്ചു. ഓ, ഒരു മാതാവ് വന്നേക്കണം. വേറെ എന്തെങ്കിലും ചേച്ചിക്ക് പറയാനുണ്ടോ? വേറെ എന്തെങ്കിലും പറഞ്ഞാൽ മതി, ഈ കാര്യം എന്നോട് പറയണ്ട. ഞാൻ വളരെ വിഷമിച്ച് തന്നെയാണ് തിരിച്ചു പോകുന്നത്. ഞാൻ അവനെ, ഞങ്ങളുടെ ബെഡ്റൂമിൽ ഒരു മാതാവിൻ്റെ രൂപമുണ്ട്, അവിടെ ഞാൻ മുട്ടുകുത്തി. ഞാൻ അവനെ മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ചു. കരഞ്ഞവന് വേണ്ടി ഒരു ജപമാല ചൊല്ലി കാഴ്ചവെച്ചു. കുറേ കരഞ്ഞു. എനിക്ക് ആ മോനെ തിരിച്ചു കിട്ടണം. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് ഞാൻ അടച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്വർണ്ണ താക്കോല് ഞാൻ കണ്ടു. അപ്പം ഞാൻ ഈശോയോട് ചോദിച്ചു, എന്നെ ഈശോ ചെയ്ത് ഈ താക്കോല്? ഈശോനോട് സംസാരിക്കാൻ തുടങ്ങി. ദൈവാനുഗ്രഹത്തിൻ്റെ ഭണ്ഡാരം നീ ജപമാല എന്ന താക്കോൽ ഉപയോഗിച്ച് തുറന്നു. പിന്നെ ഞാൻ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ എന്നെ വിളിച്ചു പറഞ്ഞു, ചേച്ചി എനിക്കൊരു ധ്യാനം കൂടണം. ചേച്ചി വന്നു പോകുന്നത് തന്നെ എനിക്ക് ഉറക്കം വന്നിട്ടില്ല, ഒരു സ്വസ്ഥതയില്ല. അതുകൊണ്ട് എനിക്കൊരു ധ്യാനം കൂടണം. അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞാൻ അവനെ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൊടുപ്പിച്ചു. ഇന്നവൻ സുവിശേഷ വേലയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു മകനായിട്ട് അവനെ തിരിച്ചു കിട്ടി. തൻ്റെ അനിയത്തിയുടെ രോഗം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ അത്ഭുതകരമായി ഇടപെട്ട അനുഭവം ചേച്ചി പങ്കുവെക്കുന്നു. അമ്മയുടെ മുമ്പിലെ യാചനകളൊന്നും വൃഥാവിലാവുകയില്ല എന്ന് ഈ സംഭവം തെളിയിക്കുന്നു. എൻ്റെ അനിയത്തിക്ക് യൂട്രസിൽ ഒരു മുഴയുണ്ടായിരുന്നു. അത് ഓപ്പറേഷൻ ചെയ്തപ്പോൾ ക്യാൻസറാണെന്ന് മനസ്സിലാക്കി. ലിസി ഹോസ്പിറ്റലിലാണ് ഓപ്പറേഷൻ ചെയ്തത്. അവിടുന്ന് അമൃത ഹോസ്പിറ്റലിലേക്ക് ഹീമിയൊക്കെ ചെയ്യാനായിട്ട് നിർദ്ദേശിച്ചിരുന്നു. ഞാൻ എൻ്റെ അനിയത്തിനെ ഒത്തിരി ആശ്വസിപ്പിച്ചു. എങ്കിലും എൻ്റെ മനസ്സിന് വലിയ വേദനയായിരുന്നു. അവൾക്കൂടെ അസൗത്തി ഓർത്ത്. 2 കുഞ്ഞുങ്ങൾ. ഞാൻ വീട്ടിൽ വന്ന് ജപമാല കയ്യിലെടുത്ത് മാതാവിൻ്റെ രൂപത്തിൽ മുമ്പിൽ മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മയെ, എൻ്റെ മോളെ രക്ഷിക്കണം. 2 കുഞ്ഞുങ്ങളെ അനാഥയാക്കരുത്. കരഞ്ഞ് ജപമാല അർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എനിക്കൊരു ദർശനം കിട്ടി. പച്ച കളറിൻ്റെ ജപമാലയാണ് കൈ പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചത്. അത് പ്രകാരമായിരുന്നു. സ്വർഗത്തിൽ നിന്നും വെള്ള ഉടുപ്പിട്ട് സ്റ്റെപ്പ് ഉടുപ്പിട്ട് 2 കൈകളും ചിറകൊക്കെ ആയിട്ട്
ഒരു മാലാക വന്ന് ഒരു സ്വർണ്ണത്തളികയായിട്ട് ഞാൻ ചൊല്ലിയ ഈ പച്ച കളറിൻ്റെ ജപമാല ഈ സ്വർണ്ണത്തളികയിൽ വെച്ച് പരിശുദ്ധ മാതാവിൻ്റെ കാൽക്കൽ ഈ മാലാക കൊണ്ടുവന്ന് വെച്ചു. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് ഞങ്ങൾ അമൃത ആസ്പത്രിയിലേക്ക് ഞാനും അവളും എൻ്റെ ഹസ്ബൻഡും അവളുടെ ഹസ്ബൻഡും കൂടി പോയി. അവിടെ ചെന്ന് ബ്ലഡെല്ലാം ടെസ്റ്റ് ചെയ്ത് എല്ലാ ടെസ്റ്റുകളും നടത്തി. അത് കഴിഞ്ഞ് അപ്പോൾ അവൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എല്ലാവരും വെള്ളയും ചുമപ്പ് അങ്ങനെയുള്ള സ്കാർഫൊക്കെയാണ് തലയിൽ കെട്ടിയിരിക്കട്ടെ, ഞാൻ കറുത്ത സ്കാർഫാണ് കെട്ടുള്ളൂ. എനിക്കത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയം തകരയായിരുന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ ഞങ്ങളെ വിളിച്ചു. ഞാനും പ്രിൻസിപ്പളും ഉണ്ടായിരുന്നു. ഡോക്ടർ ചോദിച്ചു, ആരാണ് വിൻസി എന്ന്. അപ്പോൾ ഞങ്ങൾ അനിയത്തിനെ ചൂണ്ടിക്കാണിച്ചു, അവളാണ് വിൻസി എന്ന്. ഡോക്ടർ പറഞ്ഞു, ഷീ ഈസ് നോർമൽ. ആ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, അവൾ ജോലിക്ക് തിരിച്ചു പോകട്ടെ. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അമ്മയുടെ മാധ്യസ്ഥ ശക്തി ഒന്നുകൊണ്ടാണ് സ്വർഗം എന്നെ വെളിപ്പെടുത്തിയിരുന്നു. മാതാവ് ഈശോയുടെ ഈ കാര്യം അപേക്ഷിച്ചൊന്ന്. മാതാവിൻ്റെ മാധ്യസ്ഥ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് എൻ്റെ മോളുടെ അസുഖം സുഖപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താൻ അറിയാൻ വൈകിയ ഈ മാതൃസ്നേഹം ഇന്ന് ആവോളം ആസ്വദിക്കുകയാണ് വത്സ വർഗീസ്. തൻ്റെ എല്ലാ പ്രവൃത്തികളിലും അമ്മ കൂടെയുണ്ട് എന്ന് പറയുന്ന ഇവർക്ക് പരിശുദ്ധ അമ്മയാണ് സർവസ്വവും. ഒരു ദിവസത്തിൻ്റെ ആദ്യ സമയം ഞാൻ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എന്നെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഞാൻ എൻ്റെ വീട്ടിൽ രാവിലെ ഭക്ഷണം പാചകം ചെയ്യുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അടുക്കളയിൽ ഒരു മാതാവിൻ്റെ സ്റ്റാച്ചു ഉണ്ട്. അതിൽ ഞാൻ എന്നെ സമർപ്പിക്കും. എനിക്കൊത്തിരി കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്, തളർച്ചയുണ്ട്, ക്ഷീണമുണ്ട്. ആ സമയമൊക്കെ ഞാൻ അമ്മോട് പറയും, എൻ്റെ തളർച്ചയും ക്ഷീണവും എല്ലാം നീക്കി എൻ്റെ അമ്മ എൻ്റെ അരികിൽ വരണം. ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ കരം പിടിക്കണം. എൻ്റെ വലതുവശത്തിന് ഇടതുവശത്തെ അപേക്ഷിച്ച് ഇത്തിരി തളർച്ചയുണ്ട്. അപ്പോഴൊക്കെ ഞാൻ അമ്മയോട് പറയും, എനിക്ക് താങ്ങായി തണലായി എൻ്റെ അമ്മ എൻ്റെ കൂടെ വരണം. അതോടൊപ്പം എല്ലാത്തിലും ദൈവേഷ്ടം കണ്ടെത്തി ഈശോയുടെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗ്ഗവാക്യത്തിൽ എത്തിച്ചേരുവാൻ കാരണനാഥേ, എൻ്റെ സ്നേഹമുള്ള അമ്മേ, എനിക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ് ഒരു നന്മ നിറയവും ഒരു സ്വർഗസ്ഥനായ പിതാവും ഒരു ത്രിത്വസ്തുതിയും ചെയ്തതിന് ശേഷമാണ് എൻ്റെ ഗ്യാസ് കത്തിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട്. ഞാൻ എന്ത് ചെയ്യുമ്പോഴും എനിക്ക് ആ സാന്നിധ്യം അറിയാം. ചിലപ്പോഴൊക്കെ ഒരു അമ്മ എൻ്റെ കൂടെ നടക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടാവാറുണ്ട്. ഒരു ക്ഷീണം തളർച്ച ഒന്നും തോന്നാറില്ല. ഞാൻ എല്ലാ പണിയും ചെയ്യും.
വളരെ രുചികരമായ രീതിയിൽ ഭക്ഷണം പാചകം ചെയ്യും. അതൊന്നും ഒരിക്കലും എൻ്റെ കഴിവല്ല, എനിക്കറിയാനും പാടില്ല. പക്ഷേ എൻ്റെ അമ്മ എൻ്റെ കൂടെയുള്ളതുകൊണ്ട് എനിക്കെല്ലാം കഴിയും. പരിശുദ്ധ മാതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമ്മുടെ അരികിലേക്ക് ഓടി വരും. കാനായിലെ കല്യാണ വീട്ടിലേക്ക് വീഞ്ഞു തീർന്നപ്പോൾ പുത്രനായ യേശുവിനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ അമ്മ നമ്മുടെ കുറവുകളെ നിറവുകളാക്കി മാറ്റാൻ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ പുത്രനോട് അപേക്ഷിക്കും. ആ സമയം നമ്മളെ ശക്തിപ്പെടുത്തും. ശക്തനായവൻ നമ്മുടെ കൂടെയുണ്ട്. പരിശുദ്ധ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലേക്കുള്ള വാതിലാണ് പരിശുദ്ധ മാതാവ്. വിശുദ്ധരിൽ പരമോന്നതയാണ് പരിശുദ്ധ മാതാവ്. മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കാനായിലെ കല്യാണ വീട്ടിൽ കുറവ് നികത്താൻ അമ്മ പറഞ്ഞതുപോലെ നമ്മൾ ജപമാല ചൊല്ലി മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ 51 പ്രാവശ്യവും അമ്മ ഈശോയോട് പറയുകയാണ്. ഈശോയ്ക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. നമ്മുടെ വിശുദ്ധി കൊണ്ടോ ഒന്നുമല്ല, അമ്മ പരിശുദ്ധിയാണ്. അമ്മ പറയുന്നത് പുത്രനെ അനുസരിക്കാൻ പറ്റില്ല, പുത്രനത് ചെയ്തിരിക്കും. അതുകൊണ്ട് മാതാവിൻ്റെ മധ്യസ്ഥം ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും ആവശ്യമാണ്.